ഹലോ, നമസ്കാരം ചങ്കുകളെ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് സൗദിയിലുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാരും തട്ടി മാറ്റി പോകരുത്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം എന്നെപ്പോലെ നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിനകത്ത് വന്ന് കമൻ്റ് ഇടും, നിന്നെ ആരോ പറ്റിച്ചതാണ്, അങ്ങനെയാണ്, മാടയെ കൂടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എന്നെ ആരും പറ്റിച്ചതുമല്ല, ഞാൻ പറ്റിക്കപ്പെട്ടതുമല്ല. ഒരു യാഥാർത്ഥ്യം നടന്നതാണ്. അപ്പം കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ പാസ്പോർട്ട് പുതുക്കി. അപ്പം ഇപ്പം നമുക്ക് 2 പാസ്പോർട്ടായി. ഇത് പുതിയത്, ഇത് പഴയത്. 2 പാസ്പോർട്ട് കിട്ടി. അപ്പോൾ പറഞ്ഞു വരുന്നത്, നേരത്തെ ഞാൻ ദമാം IVSC പോയി അന്വേഷിച്ച് അറിഞ്ഞ് അനുഭവത്തിൽ കൂടിയുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുൻപ് നമുക്ക് 90 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായാൽ മാത്രം മതി പാസ്പോർട്ടിന് നമുക്ക് നാട്ടിൽ പോകാനൊക്കെ. പക്ഷേ ഇപ്പോൾ അത് 6 മാസം വേണമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നെക്കാട്ടിലും ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന എൻജിനീയർമാരും നേഴ്സുമാരും അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നു പാസ്പോർട്ട് പുതുക്കാനായിട്ട്. അവരും ഞാൻ കൊടുത്ത പോലെ തന്നെ തുക കൊടുത്താണ് അവർ പുതുക്കിയത്. നമ്മൾ നോർമൽ കേസിലാണെങ്കിൽ 300-നും 400-നും ഇടയ്ക്ക് റിയാലേ ആകത്തുള്ളൂ നമുക്ക് പാസ്പോർട്ട് പുതുക്കുന്നതിന്. എൻ്റെ ഇപ്പം അടുത്ത മാസം, അതായത് മെയ് മാസം 26-ാം തീയതി പാസ്പോർട്ട് തീരുകയും മെയ് മാസം 24-ാം തീയതി എൻ്റെ വിസ തീരുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ അപ്പോയിൻമെൻറ്റിന് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല, ഡേറ്റ് കിട്ടുന്നില്ല. അങ്ങനെ വന്നിട്ടാണ് നമ്മളവിടെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം അവിടെ നേരിട്ട് നമ്മൾ ചെന്നു. അവിടെ ചെന്നപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈ സമയം വരെ നിങ്ങളെന്താ പുതുക്കാതിരുന്നെന്ന്. നമ്മൾ സൗദി വീട്ടിലെ അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അവരുടെ അനുവാദം ഇല്ലാതെ കൊണ്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല. അവരാണ് നമ്മളെ പുറത്ത് കൊണ്ടുപോകുന്നത്. ഡിസംബർ മാസം തൊട്ട് ഞാൻ അവരോട് പറയുന്നതാണ് എൻ്റെ പാസ്പോർട്ട് പുതുക്കണമെന്ന്. പക്ഷേ അവർ നാളെ ആട്ടെ ഇങ്ങനെ പറഞ്ഞു ഇത്രയും സമയം വൈകിപ്പോയി. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് നോർമലി പുതുക്കണമെങ്കിൽ 2 മാസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 മാസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടിയാലും പാസ്പോർട്ട് കിട്ടണമെങ്കിൽ 1 മാസമൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ വിസ പുതുക്കണമെന്ന് വരില്ല, എനിക്ക് പാസ്പോർട്ടില്ല. അപ്പോൾ അത് കഫീലിന് അതൊരു പ്രശ്നമാകും. കഫീലിൻ്റെ പ്രശ്നത്തെക്കാൾ ഉപരി എനിക്ക് നാട്ടിൽ പോവുകയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ 990 റിയാലും മൊത്തത്തിൽ നമ്മുടെ ഇത് ഫയല് നമ്മുടെ ഫോമെല്ലാം അവർ ഫില്ല് ചെയ്ത് പ്രിൻ്റ് എടുത്ത് എല്ലാം തന്നതിന് 50 റിയാൽ, ഫോട്ടോ 40 റിയാൽ, നമ്മളവിടെ അടച്ചത് 900 റിയാലും, അങ്ങനെ മൊത്തം 990 റിയാൽ, ഏകദേശം ഇന്ത്യൻ മണി 24,000 രൂപ കൊടുത്താണ് ഞാൻ ഈ സാധനം എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങളുടെ പാസ്പോർട്ട് പുതുക്കാൻ കാലാവധി ആയിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരന്മാർ ആരെങ്കിലും സൗദി പ്രവാസികളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് പാസ്പോർട്ട് പുതുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. 1500-2000 രൂപയ്ക്ക് തീരുന്ന ഒരു കേസാണ് നാട്ടിലിത്. അതാണ് നമ്മളിവിടെ ഇത്രയും അധികം പൈസ കൊടുത്ത് നമ്മൾ പുതുക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നാണ് കാശ് പോയത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം അല്ലെന്ന് വരെ നമുക്ക് 400 റിയാലിനുള്ളിൽ നിൽക്കുന്ന സംഭവം ഇത്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് തൽക്കാലിന് ചെയ്ത് നമ്മൾ പാസ്പോർട്ട് 5-ാമത്തെ ദിവസം എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് കിട്ടി. പുതിയ പാസ്പോർട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, അതായത് ഉടനെ നാട്ടിൽ പോകണമെന്ന് വരില്ല, നിങ്ങളുടെ പാസ്പോർട്ട് 6 മാസമെങ്കിലും കുറഞ്ഞത് കാലാവധി ഉണ്ട് എങ്കിൽ നിങ്ങൾ നേരെ നാട്ടിൽ പോവുക, പാസ്പോർട്ട് പുതുക്കുക. അതല്ലെന്ന് വരില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുക, എന്നിട്ട് നോർമലി പുതുക്കുക. തൽക്കാലം പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഒരുപാട് നമുക്ക് നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടായ ഒരനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ പൈസ, ഇത്രയധികം പൈസ നമ്മൾ പോകുമ്പം ഒരു വിഷമമുണ്ട്. അപ്പോൾ അത് മറ്റാർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പാസ്പോർട്ട് പുതുക്കാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വരില്ലേ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഇപ്പോൾ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടാണ്. IVSC നേരിട്ട് ചെന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. 2 മാസം പിടിക്കുമെന്നേ ഉള്ളൂ നോർമലി അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. അത് കുഴപ്പമില്ല. നാട്ടിൽ പോകാൻ എമർജൻസി ഇല്ലെങ്കിൽ അങ്ങനെ 2 മാസത്തെ സമയം കൊണ്ട് നിങ്ങൾ പുതുക്കിയെടുത്താൽ മതി. പിന്നെ ഇപ്പോഴത്തെയൊക്കെ സിറ്റുവേഷനിൽ പാസ്പോർട്ട് പുതുക്കി വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
അപ്പം ഓക്കെ, ഞാൻ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇത് സൗദി പ്രവാസികൾക്ക് ആർക്കെങ്കിലും പ്രയോജനമാകുന്ന രീതിയിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.